ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ കമ്പനി ഒഴിവുള്ള ദിവസത്തെ വീഡിയോ ഉണ്ടോ? കമ്പനി കുറച്ച് ദിവസം ലീവാണ്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടും. എന്നോട് സ്ഥിരമായിട്ട് വീഡിയോ ഇടുമോ എന്നൊക്കെ ചോദിച്ചാണ്. അപ്പോൾ ഞാൻ ഇനി മുതൽ അങ്ങോട്ട് വീഡിയോ ഉണ്ടാവും കേട്ടോ, ഒന്ന് പ്രതീക്ഷിക്കുക. കാരണം ഒഴിവാണ്, അപ്പോൾ എന്നും വീഡിയോ എടുത്തിടാമല്ലോ. നമുക്ക് എഡിറ്റ് ചെയ്തിട്ടാൽ പോരെ. മറ്റേത് നമ്മൾ ആദ്യം ഒന്ന് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യലും വോയിസ് ഓവർ കൊടുക്കലൊക്കെ ഒപ്പമാവും. അതുകൊണ്ട് ഇതാ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചായക്കടി ഉണ്ടാക്കണ ഓർഡർ കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കഴുകാൻ, അതൊക്കെ ഒന്ന് കഴുകാൻ കൊണ്ടുപോയി വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ സിങ്കിൻ്റെ അടുത്ത് വെച്ച പാത്രത്തിൽ വെള്ളമൊക്കെ കുറവുന്നുണ്ടോ, അപ്പോൾ അതിലൊക്കെ കൊണ്ടുവന്ന് വെള്ളമാക്കി വെക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് കഴുകിയിട്ട് പിന്നെ അതിൽ കൊണ്ടുവന്ന് വെള്ളമാക്കി വെക്കുക കേട്ടോ ചെയ്തത്. അപ്പം അതിന് വേണ്ടിയിട്ട് സാബൂനും വെള്ളമൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാതും ഒന്ന് സെറ്റാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പോൾ അവിടെ കാലൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. എൻ്റെ ഇടയിൽ ഇതാ രാജുവേട്ടൻ വരുന്നുണ്ട് കേട്ടോ. അതിലപ്പോൾ വീഡിയോ ശരിക്കും പെട്ടിട്ടില്ല. ഞാൻ ഈ പാത്രത്തിൽ കുഴിച്ചു. പിന്നെ ഇതാ തീയൊക്കെ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവില്ലെന്ന് എനിക്കറിയില്ല. ആ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ആദ്യം ചോറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഓർഡറൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ ആദ്യം ചോറൊക്കെ അടുപ്പത്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ തീയൊക്കെ കത്തി വന്നിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടലയുണ്ട് ഓട്ടടക്ക് കറി ഉണ്ടാക്കണത്. അപ്പോൾ കടലയൊക്കെ ഞാൻ അവിടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്നതാ തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗങ്ങളൊന്ന് അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ചോറ് അടുപ്പത്തുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. അതൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെച്ച് റെഡിയാക്കിയിട്ടാ. അപ്പോൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ ഒന്ന് അടക്കി ഒതുക്കി ലെവലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഇപ്പം തന്നെ എടുക്കും. അപ്പോൾ വെറുതെ ഒന്ന് അവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ സ്റ്റാൻഡിന്മേൽ. അപ്പോൾ ഓട്ടട ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ ഒരു ഓട്ടട ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. പക്ഷേ അത് ഞാൻ തന്നെ എടുത്തിട്ടോ. പിന്നെ ഒന്ന് പൊട്ടിപ്പോയി ചെറുതായിട്ട്. എന്താ പറയുക, ഓയിൽ. അപ്പോൾ ഓയിൽ ചേർത്തത് ശരിയാവാഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട് സംഭവം. ഒന്ന് മാത്രം ഒന്ന് പാളിപ്പോയിട്ടോ. അപ്പോൾ രാജുവേട്ടൻ കടയിൽ പോയി വന്നപ്പോൾ സാധനങ്ങൾ കൊണ്ടുവന്ന് തലേ ദിവസം കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പാക്കറ്റിലാക്കി വെക്കുക കേട്ടോ. പാക്കറ്റിൽ നിന്ന് അത് ആ കുപ്പിയൊക്കെ ആക്കി വെക്കുക കേട്ടോ. പറഞ്ഞു തന്നപ്പോൾ അതങ്ങനെ ആയി പോയതാണ്. അപ്പോൾ ഓർഡറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ശരിയാവൽ തുടങ്ങി കേട്ടോ ഓർഡർ ഉണ്ടാക്കുന്നതൊക്കെ. അങ്ങനെ കുറേ നേരം രാജേട്ടനോട് തേങ്ങ പൊളിച്ച് തരാൻ പറഞ്ഞതിന് ശേഷം രാജേട്ടൻ നല്ല പഞ്ച് ഡയലോഗ് ഇട്ടതിന് ശേഷം നാളികേരമൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് വെട്ടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളം എടുത്ത് വെക്കണത് ഒരു അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പേരിപ്പോൾ കിണ്ണത്തപ്പാണ് തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പേരൊന്നും അറിയില്ല. ചോറൊക്കെ കൂട്ടിയിട്ട് പിന്നെ നാളികേരത്തിൻ്റെ വെള്ളമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ പഞ്ചസാര ഇട്ട് വെക്കൂലേ നാളികേരത്തിൻ്റെ വെള്ളത്തിൽ. അപ്പോൾ അങ്ങനെ തലേ ദിവസം അരച്ച് വെച്ചിട്ട് പിറ്റത്തെ ദിവസം ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ ഒന്ന് ചെയ്തേന്ന് കേട്ടോ. ഇതിൻ്റെ മുന്നേ അത് റെഡി ആക്കണോ ചോദിച്ചാൽ അത് റെഡി ആക്കണോ. പക്ഷേ ഞാൻ അരച്ചത് അതിൽ വെള്ളം കൂടി പോയി എന്നാണ് എനിക്കന്ന് തോന്നിയത്. അപ്പോൾ ഇപ്പോഴത്തേലൊന്ന് ശരിയാക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ നാളികേര വെള്ളം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നാളെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വെള്ളം എടുത്ത് വെച്ചതായിരുന്നു. അത് കിണ്ണത്തപ്പം തന്നെയാണ് തോന്നുന്നുണ്ട്. അതിൻ്റെ പേരിക്കറിയില്ല. കമ്പനിയിൽ ഒരു ചേച്ചി കൊണ്ടുവന്നിരുന്നു ഒരു ദിവസം. അപ്പോൾ ചേച്ചിനോട് ഞാൻ ചോദിച്ചതാണ് ഇത് എങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ. അപ്പോൾ ചേച്ചി പറഞ്ഞൊന്നും എല്ലാ സംഭവങ്ങളും നമ്മളെ കയ്യിലില്ലതാണല്ലോ, അധികം കാര്യങ്ങളൊന്നും അതിൽ യൂസ് ചെയ്യണ്ട. അപ്പോൾ ഇല്ലതുകൊണ്ട് ഓണം പോലെ പറഞ്ഞപ്പോൾ ഞാൻ കിട്ടുന്നതാണല്ലോ, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഞാൻ അതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ഉണ്ടാക്കി നോക്കിയിരുന്നു. അപ്പോൾ നാളെ മറ്റന്ന് എന്തെങ്കിലും ഒരു ദിവസത്തേക്ക് ഉണ്ടാക്കണം.
അങ്ങനെ അവിടെ അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് കേട്ടോ. സാധനങ്ങളൊക്കെ പച്ചക്കറികളും പൊടികളൊക്കെ ഇട്ട് വെക്കണ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ. ഇവിടെ ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് ഞാൻ ഈ ബക്കറ്റ് ഇവിടെ മുന്നിൽ വെച്ച കാര്യം പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്തൊന്ന് കഴുകി ലെവലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനവിടെ വെള്ളം എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ബക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങോട്ട്. പിന്നെ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ വെള്ളം അത്യാവശ്യമാണല്ലോ. അപ്പോൾ അവിടെ രേഷ്മേച്ചിൻ്റെ അമ്മ അവിടെ ഏടത്തി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്ത് രേഷ്മേച്ചി എന്ന് പറയില്ലേ ഞാൻ വീഡിയോയിൽ, ആ രേഷ്മേച്ചീൻ്റെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഏടത്തി അവിടെ വിറക് എടുത്തേക്കുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അങ്ങനെ വർത്താനം പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ, വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് ആദ്യം വെണ്ണീരുകൊണ്ടും പിന്നെ പാത്രം കഴുകണ സാബൂനുകൊണ്ടും പിന്നെ സോപ്പും പൊടിയൊക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ 2-3 വിധത്തിലൊക്കെ ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലതും ഒന്ന് 2-3 വെള്ളത്തിലൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൺ വർക്ക് ഒരു പകുതി കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഓരോരോ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓർഡർ ഉണ്ടാക്കിയതും കടലക്കറി ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പാത്രങ്ങൾ അവിടെ കഴുകി ഞാൻ പാത്രങ്ങൾ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് കമഴ്ത്തി വെക്കുക കേട്ടോ ചെയ്തത്. അങ്ങനെ പണികൾ കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അവിടെ ഉണ്ട് വർക്കുകളൊക്കെ ഉണ്ട് എടുക്കാൻ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ കഴിച്ചിട്ട് കുളിച്ചിട്ട് ബാക്കി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് കറി അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴുകിയ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ വേഗം ഓടിപ്പോയി കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലേന്നുണ്ടോ. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ചായ കുടിക്കാൻ പോകുന്നു കേട്ടോ. കടലക്കറിയും ഓട്ടടയും. ഇതിന് മുന്നേ ഞാനൊരു ഓട്ടട ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ 2 ഓട്ടടയും കറിയും കട്ടൻ ചായയും അടിപൊളി. അപ്പോൾ കട്ടൻ ചായയൊക്കെ ഒന്ന് മധുരമൊക്കെ ഒന്ന് കൂട്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. മധുരമൊക്കെ കൂട്ടലൊന്നുമില്ല. അപ്പോൾ മധുരം കൂട്ടിയിട്ട് കട്ടൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാനവിടെ മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ കടുകൊക്കെ തീർന്നിരുന്നു കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ ഞാൻ അപ്പോൾ അങ്ങനെ കറിയൊക്കെ വറവിടാൻ അതായത് കുപ്പിക്കാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ കറിയൊക്കെ ആയതിന് ശേഷം മീൻ ഒന്ന് പൊരിച്ചെടുക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ പപ്പടം പൊരിച്ചെടുക്കാണ്ടായിരുന്നു. അപ്പോൾ പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചിട്ട് മീനൊക്കെ ഒന്ന് പൊരിക്കാമല്ലോ വിചാരിച്ചിട്ടോ. ആ ഒരു ഓയിലൊക്കെ തന്നെ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് ബീഫ് എന്താ കൂട്ടായി ബീഫ് കൂട്ടാറി എന്താ കൂട്ടായില്ലേ? ബീഫ് കൂട്ടാം ആദ്യം കൂട്ടില്ലായിരുന്നു, ഇപ്പോൾ കൂട്ടും. അലർജി ഉണ്ടായിട്ടേ ഇവിടെ ഒരു കല്യാണത്തിന് പോയി അങ്ങനെ അലർജി ഉണ്ടായതാണ്. കല്യാണത്തിന് പോയപ്പോൾ ബീഫ് കഴിച്ച് അലർജി മേലെ കൂടെ ഒക്കെ ഒന്നായിട്ട് ചെനർത്തു. ഓരോ ഇത് വന്നിട്ട് പിന്നെ അത് നിർത്തി. അന്ന് ഇവിടെ ഇല്ലല്ലോ, അന്നോളിവിടെ ഇല്ല കേട്ടോ. ഓള് പറഞ്ഞിട്ടില്ല അത്. അങ്ങനെ രാജേട്ടന് റമദാന് ഒരു ക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാജേട്ടൻ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഞങ്ങൾ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ പറ്റി ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അത് ഫുള്ള് കോമഡി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സംസാരത്തിൻ്റെ ഇടയിലപ്പോൾ ഞങ്ങൾ ഡിലീറ്റ് ആക്കിയിട്ടോ. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നു. പിന്നെ ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കണം വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോയിലൊരു സ്പെഷ്യൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ രാജേട്ടനോട് നാളികേരം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു കടയിലേക്ക് പോയപ്പോൾ. രാജേട്ടന് അപ്പോൾ കൊണ്ടുവന്നത് നാളികേരം വെച്ചിട്ട് എല്ലാ സംഭവങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി, ശർക്കര, ഏലക്കായ എല്ലാതും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നാളികേരം മാത്രം രാജേട്ടൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഒരു 3:30-4 മണി ആ ഒരു ടൈം ആയപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ചോറൊക്കെ അവിടെ രാവിലെ വെച്ച് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് ചോറും കൂടെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വെള്ളമൊക്കെ ആ കലത്തുനിന്ന് മാറ്റി ഇതാ സിങ്കിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരത്ത് ഉണ്ടാക്കുന്നത് ഒരു ഉപ്പേരി ഒരു കറി മാത്രം ഇട്ടു. പപ്പടം പിന്നെ അവിടെ പൊരിച്ച് വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറുത്ത് നന്നാക്കി എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അത് ചാടിക്കണതും അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഞാനത് നന്നാക്കി കഴിഞ്ഞതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി ഇതാക്കി കഴുകി ഉരുളിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം നല്ലോണം കഴുകിയിട്ട് ഇതാ ഉരുളിയിലൊക്കെ നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഉപ്പേരി ആയതിന് ശേഷമൊക്കെയാണ് കേട്ടോ ചോറ് വെച്ചത്. ചോറ് കുറച്ച് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാലൻസ് വന്ന് ചോറുണ്ടായതുകൊണ്ട് അപ്പോൾ ഞാൻ ചോറ് വൈകി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാ കറുത്ത തൊലിയൊക്കെ അത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ട് വിറകില്ലേന്ന്. അപ്പോൾ വിറകൊക്കെ ഒന്ന് ചെറുതാക്കി അവിടെ വെക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അതാ വിറക് ചെറുതായാലൊക്കെ കഴിഞ്ഞ് കുറച്ച് ചെറുതാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി പിന്നെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. ആദ്യം കറികളൊക്കെ അപ്പോൾ തീയൊക്കെ അത് അവിടെ കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മണ്ണെണ്ണയൊന്നും യൂസ് ചെയ്യലില്ല, ലൈറ്റർ തന്നെയാണ് കേട്ടോ എടുക്കൽ. മണ്ണെണ്ണയൊക്കെ യൂസ് ചെയ്യണം കുറവാണ്. അപ്പോൾ ആ തീയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കല മോഹം അവിടെ നിന്ന് കേട്ടോ. ഞാൻ എല്ലാം റെഡിയാക്കി ലാസ്റ്റാണ് പിന്നെ കവർ പോയി നോക്കിയപ്പോഴാണ് പിന്നെ രാജിട്ടോ നാളികേരം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ അവിടെ നിർത്തി വെച്ചു, എല്ലാ സംഭവങ്ങളും ഞാൻ നിർത്തി വെച്ചു. അപ്പോൾ കണ്ടോ ശർക്കര, ഏലക്കായ, അരിപ്പൊടി എല്ലാതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഉഴുന്നൊക്കെ ദാ വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പറഞ്ഞതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട സംഭവം മാത്രം അതിലില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാ അവിടെ ബക്കറ്റ് ഈ കാര്യങ്ങൾ ഞാൻ നേരത്തെ കഴുകി വെച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ലെവലാക്കി വെക്കണം. അപ്പോൾ കണ്ടോ എല്ലാ കവറും പൊടികളും എല്ലാതും ടേബിളുമുണ്ട്. അപ്പോൾ ഈ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുന്നത് ഉണക്കൽ മീൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരിക്ക് അത് അവിടെ അടുപ്പത്തുണ്ട് കേട്ടോ. ചെറുതാക്കിയാണ്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. രാജേട്ടൻ അതാ ഞാൻ രണ്ടാമത് വൈകുന്നേരത്ത് കടയ്ക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ സംഭവം കിട്ടിയിട്ടുണ്ട്, നാളികേരം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ഞാൻ കവറിൽ കിഴങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഒന്ന് വേർതിരിച്ച് വെക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തൽക്കാലികം അത് ആ കവറിൽ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ കറിക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും കാര്യങ്ങളും ചതക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചിയും ചെറുള്ളിയൊക്കെ ചതക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചതച്ച് വന്നതിന് ശേഷം എന്താ ഉള്ളിയും തക്കാളിയൊക്കെ അവിടെ അരിഞ്ഞെടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഉപ്പേരിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പച്ചമുളകൊക്കെ ഉണ്ട്. പച്ചമുളകും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അങ്ങനെ അതാ പണിയൊക്കെ ഒരുങ്ങിയതിന് ശേഷം എന്താ പിന്നെ കുറച്ച് അലക്കാനും പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചുക്കുവെള്ളത്തിനൊക്കെ വെള്ളം അടുപ്പത്ത് വെച്ചതിന് ശേഷം എന്താ പണികളും എല്ലാ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.